Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay. ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? ഹെൽത്ത് കെയർ അല്ലെ? ചൈൽഡ് വെൽഫെയർ. ഇന്ന് ആരാ പ്രെയർ? ആരാ ഇന്ന് പ്രെയർ? എന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വർത്താനം പറയാൻ നല്ല സൗണ്ട് ആയിരിക്കും. പ്രെയറിനൊക്കെ കാര്യം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. എന്നുണ്ട് ആള്? ആള് വർക്ക് ചെയ്യുന്നതാ, ചിലപ്പോ കേറാൻ പറ്റിട്ടില്ല, അറിയില്ല. ഓക്കേടാ. അപ്പൊ വേറെ ആരാധന പകരം ലീഡർക്ക് ആയിരിക്കുമല്ലോ. ഞാൻ പാടാം ടീച്ചർ. ഓക്കേടാ. ജീവിത ചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. ജീവിത ചക്ര വിധായക നായക സർവചരാചര ദേവ നമസ്തേ. താരക സോന വിമോഹനഹാരം സൂരജ ചന്ദ്ര വിചേഷ്ടിത കേശം. താരക സോന വിമോഹനഹാരം സൂരജ ചന്ദ്ര വിചേഷ്ടിത കേശം. വനിയൽ വയലിൽ വിരിയും കതിരിൽ കുടികൊള്ളുവോ നിൻ പുഞ്ചിരിയെന്നും. വനിയൽ വയലിൽ വിരിയും കതിരിൽ കുടികൊള്ളുവോ നിൻ പുഞ്ചിരി എന്നും. താങ്ക് യു ടീച്ചർ. താങ്ക് യു. സൈനിങ് ആരാ പറയുന്നേ? Thought of the day, do you? Okay, thought of the day. Good afternoon to all. I am Asna. Today's thought. പഠനം സർഗാത്മകത നൽകുന്നു. സർഗാത്മകത ചിന്തയിലേക്ക് നയിക്കുന്നു. ചിന്ത അറിവ് നൽകുന്നു. അറിവ് നിങ്ങളെ മികച്ചതാക്കുന്നു. APJ Abdul Kalam. Sign ചെയ്തോടാ. Hi friends, I am Jasmine. Today I am going to sign in with 8 powerful words. Let's start them. The 8 powerful words for the day. First one, I believe in yourself. Believe you can and you will. Second, stay strong. Dream yourself, believe yourself and achieve. Third, the never give up. A little progress each day adds up to big results. Fourth one, be grateful. A grateful heart is a magnet for miracles. Fifth, work hard. Good things come to those who hustle. Sixth, stay humble. Work hard in silence. Let success make the noise. Seventh, be kind. Kindness make you the most beautiful. Eighth, be smiling. Keep smiling. Because you're smiling, you make life more beautiful. Thank you. Thank you. Okay, last ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ട് ഓർമ്മയുണ്ടോ? ചൈൽഡ് വെൽഫെയർ സ്റ്റാർട്ട് ചെയ്തോ? എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ മുതൽ? അതവിടെ എൻഡ് ചെയ്തു. അത് കഴിഞ്ഞു. അടുത്തത് എടുക്കണം. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരെ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് ആണ്
ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റ്. നമുക്ക് വിഷന് പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അവര് എഴുതുന്നത് ചിലപ്പോ ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ എഴുതൂലേ, ബോർഡ് നോക്കി എഴുതിയെടുക്കുമ്പോ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർക്ക് വൃത്തിയിൽ അത് എഴുതിയെടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കുട്ടികളും നോർമൽ ആയിട്ട് അത് എഴുതിയെടുക്കുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാന്ന് വിചാരിക്കും. ആ കുട്ടിക്ക് ചിലപ്പോൾ വിഷ്വൽ ഇംപേർഷ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവൻ നന്നായിട്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, ആക്റ്റീവ് ആണ്, ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ അവന്റെ ആൻസർ ഷീറ്റിൽ അത് എഴുതാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവന് എന്താണ് അതിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ കുട്ടികളിലെ ചില കുട്ടികൾ ടെസ്റ്റ് വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ. ചില കുട്ടികൾ എന്താണ് ടെസ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് ടെസ്റ്റ് വായിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് വായിക്കും. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്നതാണ് ഒരു സംഭവമാണ്. ഞാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോ അവൻ അവന്റെ ഓരോ പേര്. അപ്പൊ അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണ ആ വേർഡ്സ് അവൻ കാണാതെ പഠിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അത് വേർഡ് ചോദിച്ചതെന്താ, അപ്പൊ അത് വേഗം ഇങ്ങനെ കാണാതെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവൻ ബുക്ക് നോക്കിയല്ലേ വായിക്കണം, അവൻ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് കാണാപ്പാടെ പറഞ്ഞു കേൾപ്പിക്കും. അപ്പൊ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയുമ്പോ അവന് വിൽക്കണം. എനിക്കറിയാം അവന് കുഴപ്പമൊന്നുമില്ല, വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ കുറച്ച് അടുപ്പിച്ചൊക്കെ പിടിച്ച് വായിപ്പിക്കുമ്പോൾ അവന് കിട്ടുന്നുണ്ട്. അല്ലാതെ വായിക്കുകയാണെന്ന് വെച്ചാൽ ടെസ്റ്റിനകത്ത് പിടിച്ച് വായിക്കുകയാണെങ്കിൽ അവൻ വായിക്കാൻ കിട്ടണില്ല, ക്ലിയർ ഒരു ബ്ലറർ പോലെ അവന് തോന്നാന്ന് പറഞ്ഞു. എനിക്ക് തോന്നി അവന് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ അവന്റെ പാരന്റ്സിനോട് ഇങ്ങനെ സൂചിപ്പിച്ചു, കണ്ണിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ മഠത്തില് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമ്പയിൻ പോലെ നടത്താറുണ്ട്. ഞങ്ങളുടെ അടുത്ത് അഹല്യന്നൊക്കെ ആൾക്കാർ വന്ന് ക്യാമ്പയിൻ നടത്തും. ഈ കുട്ടികൾക്ക് കണ്ണ് പരിശോധന ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് അവർക്ക് വേണ്ട ചികിത്സ ഒരു ചെറിയ ചെലവില് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, ഈ ചികിത്സ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്യാമ്പയിൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കുട്ടീനെ കാണിച്ചപ്പോ അവന് അപ്പോഴാണ് മനസ്സിലായത് അവന് കണ്ണിന്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവന് കണ്ണ് കാണാൻ നമ്മൾ കാണുന്ന പോലെയല്ല കാണുന്നത്. അപ്പോഴാണ് അവിടെ ഉള്ള എല്ലാ ടീച്ചർമാർക്കും മനസ്സിലായത് അവൻ ഇത്രയും നാൾ പഠിക്കാഞ്ഞത് അല്ലെങ്കിൽ അവന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാഞ്ഞത് അവനത് കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിലാണ് അവനോട് മാത്സ് ചെയ്യാൻ പറയണമെങ്കിൽ അവൻ കുറെ നേരം എടുക്കും. അത് കുറച്ച് വലുതാക്കി നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി കൊടുത്താൽ അവൻ പെട്ടെന്ന് അത് ചെയ്യും. അവന് വേറെ പ്രശ്നമൊന്നുമില്ല, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുള്ള കുട്ടിയല്ല. പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അവൻ പഠിക്കാൻ കുറച്ച് വീക്കാണ്, മടിയനാണ് എന്നുള്ളൊരു കാറ്റഗറിയിലായിരുന്നു അവിടെയുള്ളവരെല്ലാവരും അവനെ കണക്കാക്കുന്നത്. എല്ലാ ടീച്ചർമാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇവന് ഈ ഒരു പ്രശ്നമായിരുന്നു, കണ്ണിന്റെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് വെച്ച് ഇപ്പൊ ആള് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം ക്യാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലാണ് അങ്ങനെ ഒരു കുട്ടിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൻ നല്ല ആക്റ്റീവ് ഒക്കെ ആയിരിക്കും. ചിലപ്പോ ചില ബുക്ക് വായിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബുക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് വായിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവൻ എന്താ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില കുട്ടികൾ നമ്മളുടെ മക്കളാണെങ്കിൽ പോലും അവര് ഒരു ലിമിറ്റിന് മേലേക്ക് ബുക്ക് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അവർ കണ്ണിന് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലിയർ ആവാണ്ടാണ് അവർക്ക് അങ്ങനെ വായിക്കണേന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ബെഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം അല്ലെ. സാധാരണ കണ്ണിന് പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾ നമ്മൾ സാധാരണയായിട്ട് ഫ്രണ്ട് ബെഞ്ചിലേക്ക് കുറച്ച് കയറ്റിരുത്തണം. കാരണം അതിന് ബോർഡ് ക്ലിയർ ആയിട്ട് കാണണം. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കുറച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, കാരണം ലൈറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ. ചില ബോർഡിലേക്ക് തന്നെ ഇങ്ങനെ ബോർഡിന് മുകളിൽ തന്നെയാണ് ലൈറ്റിംഗിൽ അത് ഒരു ഷാഡോ പോലെ വരും. പിന്നെ ആ കുറച്ചിന് ഒട്ടും കാണാൻ പറ്റാത്ത വരും. അപ്പൊ ഒന്നില്ലെങ്കിൽ സൈഡുകളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ ബാക്ക് വശത്ത് നിന്ന് ലൈറ്റ് അടിക്കുന്ന രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യാനായിട്ട് ക്ലാസ്സിലെ ലൈറ്റിംഗ്. കാരണം നമുക്കറിയാം എല്ലാ കുട്ടികളും ഓരോ പോലെ അല്ല, അവർക്ക് ചില കുട്ടികൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അവർക്ക് വേണ്ട ചെറിയ അറേഞ്ച്മെന്റ്സ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, കുട്ടീനെ ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ടുവന്നിരുത്താതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, ഉറപ്പാണ് നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് ആ ഒരു പ്രശ്നം കുറച്ചെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരുത്താൻ
അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാന്നുള്ളത്. പിന്നെന്താണ്, സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാം. അവരോട് കാര്യങ്ങൾ പേര് വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നോക്കാം, കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ പേര് വിളിക്കുകയാണെങ്കിൽ അവന് പെട്ടെന്ന് അവനെ തന്നെ അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്നെയാണ് വിളിച്ചത്, നീ പറയടാന്ന് പറഞ്ഞിട്ട് ഇത് ചുമ്മാ ആക്ഷനാ കാണിക്കുന്നത്. ജസ്റ്റ് മോൻ പറഞ്ഞേന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിചാരിക്കും, മോൻ പറഞ്ഞേ ഇത് പറഞ്ഞ നമ്മ അവരെ നോക്കുകയാണെന്ന് പോലും ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഈ കണ്ണിന്റെ പ്രശ്നമുള്ള കുട്ടികൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. മോനെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവനത് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ നമ്മൾ അവന്റെ പേര് പറയാം. ഇപ്പൊ വിശ്വൻ എന്നാണെങ്കിൽ വിശ്വൻ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു നോക്കാന്ന് പറയുമ്പോൾ ഓക്കെ അവനെയാണ് വിളിച്ചത്. അവന് നല്ല കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, എഴുന്നേറ്റ് നിന്ന് ആൻസർ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റണെന്ന് അറിയാമോ, നമ്മള് കുറെ കളിയാക്കലൊക്കെ ഇവര് ക്ലാസ്സുകളാണ്. അപ്പൊ ഇവനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നും കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് കളിയാക്കും. ജസ്റ്റ് എടാ നിന്റെ ടീച്ചർ വിളിക്കുന്നത് എഴുന്നേറ്റിരിക്കാനൊക്കെ പറയും. അപ്പൊ ചിലപ്പോ അവർ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും നമ്മള് എന്തിനാ മോനെ എഴുന്നേറ്റിക്കണേ ഇരിക്കാനൊക്കെ പറഞ്ഞ് നമ്മൾ ഷോർട്ട് അടിച്ചിരിക്കും. പറഞ്ഞാല് കൂട്ടുകാരന്മാരിങ്ങനെ പറ്റിച്ചതൊക്കെ അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളില് കളിയാക്കുന്നതോ അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, പരിഹരിക്കാനായിട്ട് നോക്കണം. ഇനി ഓക്കെ, ഇനി എന്താണ്, നമ്മള് ചെറിയൊരു പ്രശ്നം, കണ്ണിന്റെ പ്രശ്നമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയണേ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കുറച്ച് വലുതാക്കി പ്രിന്റ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ പ്രശ്നമുള്ള ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി സൈസ് കൂട്ടി പ്രിന്റ് ചെയ്യാൻ, സാധാരണ സൈൻസിൽ നിന്ന് കുറച്ചും കൂടി സൈസ് കൂട്ടി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അവന് കുറച്ച് കൂടുതൽ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈം അലൗ ചെയ്യാം. അതേപോലെ ഒരുപാട് നേരം ഈ കുട്ടികൾക്ക് എഴുതാനായിട്ട് പറ്റണതില്ല. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ പറ്റണതില്ല. എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു 10 minutes ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നോളാൻ പറയുകയാണെങ്കിൽ ആ കണ്ണ് കുറെ നേരം നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ ഗ്ലാസ് അലൗ ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഗ്ലാസ് എന്തായാലും അലൗ ചെയ്യാം. അവന് വേണ്ട ഐറ്റത്തിലൊന്നാണ് ഗ്ലാസ്. ഗ്ലാസ് അവന്റെ പവറിനനുസരിച്ചുള്ള ഗ്ലാസ് അവന് വെക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാം. ഇത്രയുമാണ് ചെറിയൊരു കണ്ണിന്റെ പ്രശ്നമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി തീരെ കാഴ്ചയില്ലാത്ത കുട്ടികളാണെങ്കിലോ അവർക്ക് പഠിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പഠിക്കുന്ന ലാംഗ്വേജിന് പറയുന്ന പേരെന്താണെന്നറിയാവോ? ബ്രെയിൻ ലിപി. ഓക്കെ, ബ്രെയിൻ ലിപി. ഓക്കെ, കണ്ണ് കാണാത്ത ആൾക്കാർ പഠിക്കുന്ന കുറച്ച് കുത്തു പോലത്തെ ആ ഒരു ലിപിയാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴോ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതേപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആൾക്ക് ഞരമ്പിന്റെ എന്തോ പ്രശ്നമായിരുന്നു. കണ്ണിലേക്ക് വരുന്ന ഞരമ്പിന്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയത്. ആദ്യം അവൾക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ അവള് കുറെ നാളും പഠിക്കാനൊന്നും പോയില്ല. കാരണം ഈ കുട്ടികൾ കളിയാക്കുന്ന പേടിയോടും അച്ഛനമ്മയ്ക്കും പേടിയായിരുന്നു. ഇങ്ങനെ പുറത്തേക്ക് വിടാനൊക്കെ പേടിയായിരുന്നു. എന്റെ സെയിം ഏജ് ആണ്, എന്റെ സെയിം ഏജ് ആണ്. പക്ഷെ അവള് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സ്പെഷ്യൽ സ്കൂളിൽ പോയി തുടങ്ങിയത്. സോ എന്നേക്കാളും 2 വയസ്സ് ബാക്കാണ് അവള് പഠിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അവള് എന്ത് ചെയ്തു, ഇതേപോലെ ലിപിയൊക്കെ പഠിച്ചു. 10th വരെയും 10th +1 +2 അവരുടെ സ്കൂളിൽ തന്നെ ചെയ്ത്, സ്പെഷ്യൽ സ്കൂളിലാണ് ചെയ്ത്. പിന്നെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടീച്ചർ ആവണമെന്ന്. ഈ കണ്ണ് കാണാത്ത കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഞങ്ങള് ആലുവയിൽ ഒരു കോളേജ് സെന്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞ കോളേജിലാണ് അവള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു കോഴ്സ് എടുക്കുകയാണ് ചെയ്തത്. അവളുടെ പഠിത്തവും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരുടെ ആ ഒരു സംഘടന ഉണ്ട്, അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നതൊക്കെ ആ ഒരു അസോസിയേഷൻ ആണ്. ഇവരുടെ ഒരു അസോസിയേഷൻ ആണ് അവളെ പഠിപ്പിക്കുന്നത്. ഈ വിഷ്വലി ഇൻവേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന. അവരാണ് ഈ എല്ലാ കാര്യങ്ങളും ചെലവുകളൊക്കെ നോക്കി ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിച്ചത്. അതൊക്കെ അവരാ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ പിന്നെ നമ്മള് ഇപ്പൊ അങ്ങനെ ഒരു ബ്രെയിൻ ലിപിയാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പാടില്ല. നമ്മുടെ ടീച്ചേഴ്സ് ആണ്. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ എല്ലാവർക്കും ഒരേപോലെയാണ്. ഡിഫറൻസോ ഡിസ്ക്രിമിനേഷനോ ഒന്നും കാണിക്കാൻ പാടില്ല. ദെൻ
നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ടച്ച് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കാം. കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത കുട്ടികൾ ഓരോ ഐറ്റംസ് എങ്ങനെ മനസ്സിലാക്കുന്നത്, അവരെ ടച്ച് കൊണ്ടാണ്, അവർ കൈ കൊണ്ടാണ് ടച്ച് ചെയ്താണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടച്ച് കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പ് നമ്മൾ മോണ്ടിസോറി പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ്, ഓരോ ഐറ്റംസും ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്താ പഠിപ്പിക്കുന്നത്. അതെന്ന് വെച്ചാൽ അവന് മനസ്സിലാവാണ്, അതിന്റെ ഷേപ്പ് ടച്ച് ചെയ്ത് നോക്കുമ്പോ അവൻ എന്ത് ചെയ്യാണ്, അത് മനസ്സിലാവാണ്. ഈ ലൈറ്റ് ആണല്ലോ, ടച്ച് ചെയ്തൊക്കെ നോക്കുമ്പോ ഓക്കെ ഇത് ആപ്പിൾ ആണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ടച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പ്രിന്റഡ് മെറ്റീരിയൽസ് അവരുടെ രീതിയിൽ പ്രിന്റ് ചെയ്ത്, ഇപ്പൊ ബ്രെയിൻ ലിപി ആണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ രീതിയിൽ നമ്മുടെ ടെസ്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളത് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ബോർഡിലൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല. അതേപോലെ പ്രൊജക്ടർ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, പ്രൊജക്ടറിലായിരിക്കും ചില സ്കൂളുകളിൽ കണ്ടന്റ് ഒക്കെ ഇട്ട് കൊടുക്കണം. കുറെ നേരം നമുക്ക് പ്രൊജക്ടറിൽ ചില കുട്ടികൾക്കൊന്നും നോക്കിയിരിക്കാൻ പറ്റില്ല, അവരെ കണ്ണിനൊക്കെ വെള്ളമൊക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വിഷ്വലി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. നമ്മള് പഴയ സാറന്മാരൊക്കെ മലയാള കഥയൊക്കെ പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു കഥയിലേക്ക് കൊണ്ടുപോയി ആ ഒരു രീതിയിൽ ഓറലി അവരെ കാര്യങ്ങൾ പറയും. വിഷ്വലി അത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ പ്രസന്റേഷൻ സ്ക്രോൾ ചെയ്ത് പോകാതെ അവിടെ എന്തൊക്കെയാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമ്മള് വോയിസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താണ് ഇതും കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ണിന് പ്രശ്നമുള്ള കുട്ടികൾക്ക് കുറച്ചൊക്കെ അത് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനൊക്കെ അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി മക്കൾക്ക്? സ്പീഡൊന്നും കുഴപ്പമുണ്ടായില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. ചിൽഡ്രൻസ് ആർ ഓരോരുത്തരും വായിക്കും ഇത്. അത് അതിൽ ഒരാൾ വായിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആരാ വായിക്കാം? ഫർസാന? ഫർസാന? Okay, miss. Children are either unsighted by birth or become blind because of various reasons. The actual causes of visual deficiency are diseases like smallpox, meningitis, trachoma, scarlet fever, burns, or contact with dangerous or poisonous chemicals. The compensatory or special education is required according to the hardness of visual impairment. ഓക്കെ, നമുക്ക് വിഷ്വൽ ഇംപേഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ ബർത്ത് എന്താണ്, ജനിക്കുമ്പോ തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, കാഴ്ചശക്തി ഉണ്ടാവില്ല. ഓർ ബിക്കം ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് വേരിയസ്, മറ്റ് ഒരുപാട് റീസൺ മൂലം അവർക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലൈൻഡ്നെസ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്തൊക്കെയാണ്, സ്മോൾ ബോക്സ് വരാം, മെനിഞ്ചൈറ്റിസ്, അതേപോലെ തന്നെ എന്താണ് ട്രക്കോമ, അതേപോലെ വല്ല ഫീവർ വന്നിട്ട്, ഇപ്പോ നമ്മളിവിടെ തന്നെ ന്യൂമോണിയ ബാധിച്ച് നമുക്കൊരു കഥ അറിയാൻ തോന്നുന്നു. ആർക്കാണ് ചെറുപ്പത്തിൽ ന്യൂമോണിയ ബാധിച്ച് അവരെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയത്, കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? പക്ഷെ ഭാവിയിൽ പിന്നെ അവരൊരു വലിയൊരു റൈറ്ററൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അല്ലേ? ഹെലൻ ആ കഥ അറിയോ കറങ്ങിയിരിക്കും? അല്ല, പറയാനായിട്ട് പറ്റുമോന്ന് ചോദിച്ചാണ്. കാരണം ഓക്കെ, അപ്പൊ അത് ന്യൂമോണിയ പോലെ ഒരു അസുഖമായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നപ്പോ
ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ജീവൻ പോലും തിരിച്ചു കിട്ടില്ല എന്നാണ്. പക്ഷെ ജീവൻ തിരിച്ചു കിട്ടി. പോയപ്പോ എന്താണ്, അവരുടെ കാഴ്ചയും കേൾവിശക്തിയും കൊണ്ടാണ് ആ അസുഖം പോയത്. അപ്പോ അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ്, പല അസുഖങ്ങൾ മൂലം ബേണുകള്, പൊള്ളലൊക്കെ സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും. പിന്നെ കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് കെമിക്കൽസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കാഴ്ചശക്തി എന്താണ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. The compensatory or special education is required according to the hardness of visual impairment. അപ്പോ ഇങ്ങനത്തെ കുട്ടികൾക്ക്, വിഷ്വലി ഇംപേർഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മളൊന്നുമില്ലെങ്കിൽ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്ത പോലെ ആ കുട്ടി തന്നെ വായിച്ച് ഫർസാന കംപ്ലീറ്റ് ചെയ്തത്. The parents of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situations bad to the eyes. Periodic checkup or special ophthalmic examination should be arranged. ഓക്കെ കേട്ടോ, നമ്മള് കുട്ടികള് ചെറുപ്പത്തിലെ തന്നെ പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സും ട്രെയിൻ ചെയ്യണം. അവർ കണ്ണെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോ ഏകദേശം കണ്ണിന്റേതായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കൂർത്ത മുനയോ അങ്ങനെ എന്തെങ്കിലും സാധനം വരെയാണെങ്കിൽ കണ്ണ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അടയാറുണ്ട്, അടഞ്ഞു പോകും. അല്ലാതെ ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ണിങ്ങനെ തിരുമ്മാൻ പാടില്ല. അതേപോലെ അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ണിൽ നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യണം, കഴുകി കളയണം. അതേപോലെ അവരുടെ കണ്ണിന് ഹെൽത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കണ്ണിടക്കിടക്ക് നമ്മൾ എന്തെങ്കിലും കഴുകുന്നത് നല്ലതാണ്. കഴുകിക്കളയാണെങ്കിൽ അഴുക്കുകളൊക്കെ പോകും. അങ്ങനെ നമ്മൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യിക്കേണ്ടതാണ്. The parents of these children should be give proper guidance about how to keep their eyes healthy. അപ്പൊ ഇത് സാധാരണ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ പാരന്റ്സും ടീച്ചേഴ്സും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് നമ്മുടെ കണ്ണിന്റെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറയണം. Children should be trained to keep themselves away from the situation bad to eyes. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് കേടുപാടുകൾ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അവരത് ട്രെയിൻഡ് ആണ്. കണ്ണ് പെട്ടെന്ന് അടയ്ക്കുക, വല്ല പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് ഇരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ പീരിയോഡിക് ചെക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ സ്കൂളില് എന്താണ് പീരിയോഡിക് ചെക്കപ്പ് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് എന്താണ് വിഷ്വലി എന്തോ പ്രശ്നമുണ്ട്. ഷോർട്ട് സൈറ്റ് ആണ്. ഷോർട്ട് സൈറ്റ് അല്ലേ അടുത്തുള്ളത് കാണാൻ പറ്റാത്തത്? ഷോർട്ട് സൈറ്റ് ദൂരെ ഉള്ളത് കാണാൻ അകലെയുള്ളത് കാണാൻ പറ്റില്ല. അകലെയുള്ളത് പിന്നെ ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റാത്തതാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്ന പ്രശ്നം. അതാണെന്ന് അവർ കണ്ടുപിടിച്ച് പറഞ്ഞപ്പോഴാണ് പാരന്റ്സും അതേപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് മനസ്സിലാക്കിയത് ഇതാണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയത്. അത്രയും നാള് അവരെല്ലാവരും വിചാരിച്ചത് പറ്റില്ല, മോശം കുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്തത്, അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ. എന്റെ അടുത്ത് ട്യൂഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം ഒന്നും എനിക്ക് മനസ്സിലാവുണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്തൊരു പ്രശ്നമാണ്, പഠിക്കാത്തതാണ് അല്ലെങ്കിൽ പഠന വൈകല്യം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ലായിരുന്നു, അത് ഇവന് ഈ ഒരു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ അക്കാഡമിക്കിൽ നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, നല്ല സ്കോർ കിട്ടാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവർക്ക്. ഇപ്പൊ ഫുൾ ടൈം ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം വെച്ചാൽ അത്യാവശ്യം നല്ല പവറുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവും അവന് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാണ്ട് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെ നമ്മൾ ഈ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോഴൊക്കെ അവൻ പഠിക്കാൻ കിട്ടുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. പിന്നെയാണ് അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായത്. സോ നമ്മൾ ഈ ഒരു പോയിന്റിൽ ബ്രെയിൻ ലിപിയുടെ കാര്യങ്ങൾ നോട്ട്സ് ഒക്കെ എടുത്ത് എഴുതി എടുത്തിട്ടേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലെക്ചർ നോട്ട് എഴുതിച്ചേ. കുറച്ച് പോയിന്റ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രെയിൻ ലിപി എന്തായാലും എടുത്ത് എഴുതി വെച്ചിട്ടേ. ഉണ്ട് മാം. പിന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു കൂട്ടുകാരത്തി എന്ന് പറയാം, വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി, അവർക്ക് പൈസയൊക്കെ കറക്റ്റ് ആയിട്ട് എണ്ണാൻ പറ്റും. ഞാനിപ്പോ ഒരു 200 നോട്ട് അവള് കൈ കൊടുത്തിട്ട് ഇത് എത്ര രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും.
അത് എനിക്ക് തോന്നുന്നു അതില് അവരുടെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. പുതിയ 200 രൂപ നോട്ടാണ് നിങ്ങള്. അത് അവർക്ക് എന്തോ ടച്ച് ചെയ്യുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. രണ്ട് സൈഡിലും അവർക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ എത്ര രൂപയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നോട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്കും കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പ്രത്യേക കഴിവാണ്, ആള് നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ നമ്മള് വിഷ്വൽ ഇംപ്രഷൻ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി നിർത്തി എല്ലാവരും വേണ്ടത് അവർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടിലേക്ക് കൊണ്ടുവരണം. നന്നായിട്ട് പാട്ട് പാടുന്ന വെച്ചാല് നമ്മൾ കേട്ടിരുന്ന് പോകും, അത്രയും നന്നായിട്ട് ആൾ പാട്ട് പാടും. അപ്പൊ ഒരു കഴിവ് അവർക്ക് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കാഴ്ച ഇല്ലെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. നന്നായിട്ട് എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകും. അതേപോലെ നമ്മളെ കയ്യില്ലേ, ഇങ്ങനെ കൈവേലിൽ തൊട്ടിട്ട് അവൾ ആരാന്ന് പറയും. നമ്മുടെ കൈ വെറുതെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് അവള് ആരാന്ന് പറയും. അത് ഞാൻ ചെന്നിട്ട് മിണ്ടൂലാക്കാം. ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് കൈയാ കൊടുക്കണമെങ്കിൽ അവൾ ആദ്യം ഇങ്ങനെ ആരാ നമ്മൾ നടന്ന് ചെല്ലുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്തിയിട്ടുണ്ട്, ആള് അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ആരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവൾ കൈ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ടച്ച് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയും അമ്മ വന്നല്ലേ, ഞാൻ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നേന്ന് അവൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ അവർക്ക് വാച്ച് ഒക്കെ ഉണ്ട്, സംസാരിക്കുന്ന വാച്ച്, പിന്നെ കയറുമായി അങ്ങനെ. അതേപോലെ ഫോൺ ഉണ്ട്, ഫോണൊക്കെ യൂസ് ചെയ്യും ആള്. അത് ഫോണൊക്കെ ആള് സൂപ്പറായിട്ട് യൂസ് ചെയ്യും. ഒട്ടും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് കണ്ടാൽ പറയില്ല. കാരണം അവളുടെ കണ്ണങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി അവൾക്ക് കാഴ്ച ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയതാണല്ലോ. സാധാരണ നമ്മുടെ കണ്ണ് എങ്ങനെയാണോ അതേപോലെയാണ് അവളുടെ കണ്ണ്. അപ്പൊ കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അത്രയും നല്ല ഭംഗി ആളെ കാണാനായിട്ട് നമ്മള് എന്ന് വെച്ചാൽ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി അവളെ കാണാനായിട്ട്. നല്ല ഭംഗിയാ, മുടിയൊക്കെ ഒരുപാട് മുടിയൊക്കെ ഇട്ട് അതൊക്കെ അമ്മമ്മയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കൊറോണ സമയത്തല്ല, വെള്ളപ്പൊക്കം ഫ്ലഡിന്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. ഫ്ലഡിന്റെ സമയത്ത് ഞങ്ങൾ ക്യാമ്പിൽ ഒരുമിച്ചായിരുന്നു. അവർക്ക് എന്നാണ് ഇത് നഷ്ടപ്പെട്ടെ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഇതുപോലെ ഉണ്ട്. അപ്പൊ അവരിപ്പോ ചികിത്സിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അവർക്ക് ഒരു പനി വന്നതാണ്. പനി വന്നുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടതാ. പനി നല്ലോണം കൂടിയിട്ട്. അപ്പോ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിനെ കണ്ടാൽ അറിയൂല അവൾക്ക് കാഴ്ചല്ലാന്ന്. നോർമൽ കണ്ണ് പോലെ തന്നെ ഉണ്ട്, എല്ലാരും നോക്കാനൊക്കെ ഇങ്ങനെ ആണ്. പക്ഷെ അവരിപ്പൊ ഇങ്ങനെ ബാംഗ്ലൂരും ഇവരൊക്കെ പോയി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവളെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വൈകി പോയതാണ് ഇവളുടെ കേസ് പറ്റിയത്. കാരണം ഇവളുടെ കണ്ണിലേക്കുള്ള എല്ലാ നേരത്തും ഭയങ്കര എന്താ പറയാ കംപ്ലൈന്റ് ആയ ശേഷമാണ്, അല്ലെങ്കിൽ അവർക്കും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് അവർക്ക് മനസ്സിലായത്. കാരണം ചെറിയ കൊച്ചാണ്, 2 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന് വെച്ചാൽ ആദ്യമൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കുറച്ച് കാണുന്നു, ബ്ലറായിട്ട് കാണുന്നു എന്നൊക്കെ പറയുമ്പോഴും വീട്ടുകാര് അത്ര കെയർ ആയിട്ട് എടുത്തില്ല കേട്ടോ. 3 മക്കളുണ്ട് അവർക്ക്. 2ാമത്തെ കുട്ടിയാണിത്. പിന്നെ അതിന് താഴെ ഒരു ചെറിയ കൊച്ചുണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയുണ്ടായിരുന്നു. തീരെ ചെറുതായിരുന്നു. കൂടുതൽ കുഞ്ഞു കൊച്ചിനോടായിരിക്കുള്ള ശ്രദ്ധ കാണിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു പ്രശ്നത്തില് അവർക്ക് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. പിന്നെയും അങ്ങനെ കുറെ ഇത് വന്നപ്പോ ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഇത്രയും നമുക്ക് ആ കുട്ടിയുടെ മാറി വരാനായിട്ട് പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ, അവരൊന്നും നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ. ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്ത്, കാരണം ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രീറ്റ്മെന്റ് മാത്രമാണ്. 1 ഇയർ ആയിപ്പോ അവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ വീക്ക് കൂടെ അവര് ബാംഗ്ലൂർ പോയി വന്നിരിക്കണു. അപ്പം കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ടോ എന്നിട്ട്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചില ടൈമിൽ പറയും ഒരു വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ടോർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുമ്പോ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അവക്കൊന്നും കാണുന്ന അങ്ങനെയൊന്നും കണ്ടില്ല. ചില ടൈമിലൊക്കെ നമ്മള് ഡിജെന്റെ ഒക്കെ അങ്ങനെ വരുമ്പോഴൊക്കെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്തോ ഒന്ന് ആവുന്നുണ്ട് എന്ന് പറയുന്നില്ല. ആ ചെറിയ കുട്ടിയാണ്.
ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുള്ളൂ. UKG എന്നാണ് ഇങ്ങനെ പോയെ. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോ നമുക്ക് എന്താണെന്ന് പറയാനുള്ള ഒരു ഇതും ആയിട്ടില്ലല്ലോ. അപ്പൊ ട്രീറ്റ്മെന്റ് അപ്പൊ ഞാൻ പ്രതീക്ഷ നോക്കാം. മിസ് പറഞ്ഞപ്പോ ആ സിറ്റുവേഷൻ തന്നെയാണ് വന്നത്. അങ്ങനെയായിരുന്നത്. അവളുടെ പൂർണ്ണമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു. അത് സർജറി ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. വീട്ടിലടുത്തുള്ള എല്ലാവരും കൂടി പൈസയൊക്കെ ഷെയർ ചെയ്ത് സർജറി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക കുട്ടികളെ. ഞാൻ ഈ പറഞ്ഞില്ലേ, പനി എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കൂലേ. നമ്മൾ കറക്റ്റ് ആയിട്ട് പനി മാറി കിട്ടും. നല്ല പനിയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറ്, പാരസ്റ്റമോൾ കൊടുക്കും, മേലൊക്കെ ഒന്ന് നനച്ച് തുടയ്ക്കും. എന്നിട്ടും അത് നമുക്ക് ചെറിയ പനികൾ മാറും എന്ന് തോന്നും. ടെമ്പറേച്ചർ നമുക്ക് നോക്കുമ്പോൾ മാറും തോന്നും. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം, വെച്ചോണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. നമ്മൾ മുതിർന്നവരാണ്. കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ലാഗ് ചെയ്യരുത്. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോ ചില പനികളൊക്കെ എന്താണ് ഇങ്ങനത്തെ കുറെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. അതാണ് മക്കള് നമ്മൾ ഇമ്മ്യൂണായിട്ട് നല്ല ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കുട്ടികൾക്ക്. ഓക്കെ, എനിക്കാണെങ്കിൽ കേൾക്കുമ്പോ ഭയങ്കര വിഷമമാണ്. കാരണം നമുക്കൊക്കെ ദൈവം ഏറ്റവും തന്നിരിക്കുന്നത് ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കണ്ണുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മനോഹരമായ ലോകം അത്രയും ഇതിൽ കാണുന്നില്ല. പക്ഷെ കുഞ്ഞുമക്കൾ കാണുന്നില്ലല്ലോ. കുഞ്ഞുമക്കൾക്കൊക്കെ അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവർ ചെറുപ്പത്തിൽ നമ്മൾ എന്തോരം ലോകം കണ്ടു. അപ്പൊ കുഞ്ഞുമക്കൾ അത് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ലോകം എന്താണെന്ന് അവൻ തിരിച്ചറിയണേക്കാളും മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോ വളരെ പ്രശ്നമായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവനേക്കാളും അവന്റെ പാരന്റ്സ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും. കാരണം മോന് കാഴ്ചയില്ലല്ലോ എന്നുള്ളൊരു മെന്റലി അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. ചിലപ്പോ ഒരു കാഴ്ചയില്ല, ഞങ്ങള് ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ആ ഒരു ചിന്തയിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാര്യം, അവള് ഇതേ പ്രശ്നമായിരുന്നു അവളുടെ പാരന്റ്സിന് ഇതേ പ്രശ്നമായിരുന്നു. അച്ഛൻ ഇത്തിരി ഏജ്ഡ് ആണ്. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇവള് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇളയൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ ഇതേപോലെ ഒരു ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടു പോയി. എന്തോ വെള്ളത്തിൽ വീണോ അങ്ങനെ എന്തോ മരണപ്പെട്ടു പോയി. ഈ പ്രശ്നങ്ങളൊക്കെ കൂടി ആയപ്പോ അവളുടെ അമ്മയ്ക്ക് മാനസികമായിട്ട് അത് അമ്മ തകർന്നു പോയി. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളായിരുന്നു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട്. കുറെ നോക്കി, പക്ഷെ ഇളയ മോന് ഇത്ര സ്നേഹിച്ച ഇളയ മോനും പോയി. അതിന്റെ മുകളിലുള്ള ആൾക്ക് കാഴ്ചയുമില്ല. അങ്ങനെ ഒരുപാട് മെന്റലി ആ ടോർച്ചർ ഉണ്ടല്ലോ. നമുക്ക് ആ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ആ ചേച്ചി മാനസികമായിട്ട് വീട്ടിലേക്ക് പിന്നെ ആരോട് സംസാരിക്കില്ല. ചിലപ്പോ ഭയങ്കര ഉറക്കി ചിരിക്കണതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ചിലപ്പോ അങ്ങനെ. അപ്പം എന്റെ പഴയ വീടിന്റെ അടുത്താണ് ഇവരുടെ വീട്. പിന്നെ ഞാൻ ഇവരെ കാണുന്നത്, ഞാൻ പറഞ്ഞ ഫ്ലഡിന്റെ സമയത്താണ് ഇവരെ കണ്ടത്. അപ്പോ സാധാരണ ഫ്ലഡിന്റെ സമയത്ത് കുറെ പേര് സന്നദ്ധ പ്രവർത്തകരൊക്കെ വരുന്നുണ്ടാ. അപ്പൊ ഇവളെ കണ്ടു കഴിഞ്ഞാല് കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന് പറയില്ലല്ലോ. കണ്ണൊക്കെ സാധാരണ രീതിയാണ്. അപ്പൊ അവര് ഇന്ന ക്ലാസ് റൂമില് ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയുടെ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ കൊടുക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, ഇവര് കൊണ്ടുപോയി സഹായം കൊടുക്കാൻ വേണ്ടി വരുമ്പോ ഞങ്ങളുടെ ഒപ്പൊക്കെ നിൽക്കുമ്പോ നോർമൽ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഇതാണ് കാഴ്ചയില്ലാത്ത കുട്ടി എന്ന് പറയുമ്പോ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവർക്ക് ഒരു പ്രശ്നമില്ല, പുറത്ത് നോക്കുമ്പോ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിക്കില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കുന്നത് കാഴ്ച ഇല്ല, അവൾ അനങ്ങില്ല. കണ്ണ് നമ്മളിലേക്ക് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മുന്നില്ലേ, അതേപോലെ ചിമ്മൊന്നുമില്ല. പിന്നെ അവള് ഞാൻ പറഞ്ഞില്ലേ, ഫോൺ യൂസ് ചെയ്യും, നന്നായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യും. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ആ ഫോണിൽ മെസ്സേജ് അയക്കും, വോയിസ് ആണ് അയക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഇന്ന ആൾ കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് കോള് വരും, കോള് പോവുകയൊക്കെ ചെയ്യും. ഫ്ലഡിന്റെ ഒക്കെ സമയത്ത് ഞങ്ങൾക്ക് ന്യൂസ് കേൾക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഫോൺ ഇല്ല. ആ ഒരു പ്രശ്നം ഭയങ്കര എല്ലാ ടിവിയും ബ്ലോക്ക് ആണല്ലോ. ഞങ്ങൾക്ക് ഒട്ടും ന്യൂസുകളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവളുടെ ഫോണിൽ നിന്നായിരുന്നില്ല അവരും ഈ ന്യൂസ് ഒക്കെ അറിഞ്ഞിരുന്നത്. കാരണം ഇവളുടെ ചാർജ് ഉണ്ടായിരുന്നു, പവർ ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആരോ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന, അവളുടെ സ്കൂളിൽ വന്ന ആരോ ഡൊണേറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ. വാച്ച്, ഫോണ്, പവർ ബാങ്ക്, അവർക്ക് ആവശ്യത്തിനുള്ള അങ്ങനത്തെ എക്യുപ്മെന്റ്സുകൾ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷ്വലി ഇംപേഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ സൊസൈറ്റിയിലുണ്ട്. ഇനി ഹിയറിംഗ് ഇംപേർമെന്റ്, നമുക്ക് കേൾവി കുറവ് പ്രശ്നം, കേൾവി ശക്തിക്കുള്ള പ്രശ്നം.
ഇത് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണ് കേൾവിക്കുറവെന്നാണ്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയില്ല ഇതുവരെ. ഇല്ല അല്ലെ? അച്ഛനും അമ്മയ്ക്കും അവർക്കും കേൾവിശക്തി ഇല്ലാന്ന് വിചാരിക്കും. അവര് കേൾവിയില്ലാത്തവരാണ്, ഡഫാണെങ്കിൽ അപ്പൊ മക്കൾക്ക് അത് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആദ്യം അറിവിലില്ല? ഇല്ല. ഓക്കെ. അപ്പം ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ പ്രശ്നം വന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എന്താണ് അവരോട് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ അവർ ഉറക്കെയായിരിക്കും സംസാരിക്കുന്നത്. ഈ കേൾവിക്കുറവുള്ള കുട്ടികൾ ഉറക്കെയായിരിക്കും സംസാരിക്കുന്നത്. ചില നമ്മുടെ ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ട് അവർ കണ്ടുപിടിക്കില്ലേ? നല്ല രീതിയിൽ അവർ മനസ്സിലാക്കും. ഒന്ന് ലിപ് മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ പിന്നെ ഏതാണ് ആക്ഷൻസ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലിപ് റീഡിങ്ങും ആക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മെലൈസിസ്, മെൻജൈറ്റിസ് അതേപോലത്തെ അസുഖങ്ങളൊക്കെ വന്നാലും കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകാറ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അത് അവർക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു പോയി ആ ഒരു അസുഖം വന്നപ്പോ. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങൾ വന്നാലും എന്താണ് ഇങ്ങനെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഇതിനെ അഫക്ട് ചെയ്യും. അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഫാമിലിയില് കേൾവി പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് മക്കൾക്ക് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്ലോസ് റിലേഷൻ മാരേജസ് എന്നൊക്കെ അറിയോ? ക്ലോസ് റിലേഷൻ മാരേജസ് എന്നൊക്കെ കല്യാണം കഴിക്കാന്ന് വിചാരിക്കും. അപ്പം അടുത്ത ബന്ധുക്കൾ തന്നെ കല്യാണം കഴിക്കുകയും മുമ്പ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. നമ്മുടെ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലോസ് റിലേഷൻ മാരേജ് ആണ്. അമ്മയുടെ ആങ്ങളെനെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ മുറപ്പെണ്ണ്, അങ്ങനത്തെ ഒരു മാരേജ് ഉണ്ട്. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു മാരേജ് ഉണ്ട്. മുറപ്പെണ്ണ് മുറച്ചൊക്കെ പഴയതാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇന്ന് നമ്മളെല്ലാവരും ആങ്ങളെയും പെങ്ങളൊക്കെ ആയിട്ടാണ്. പണ്ട് അങ്ങനെ ചെയ്തിരുന്നു. അനന്തരവനെ തന്നെ എന്ത് ചെയ്യും, മകൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു. അത് മുമ്പ് ഈ സ്വത്തൊന്നും വേറൊരു ഫാമിലിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ മൂലം ഈ കേൾവിശക്തിനെ അത് ബാധിക്കാറുണ്ട്. പിന്നെന്താണ് ഇൻഫെക്ഷൻ ഡിസീസ്. പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മള് കാഴ്ചശക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാഴ്ചശക്തി കുറയ്ക്കാനായിട്ടില്ലേ ഒരു ഇൻഫെക്ഷൻ പറ്റും. കാഴ്ചശക്തി കുറയ്ക്കണത് ഒരു ഇൻഫെക്ഷൻ, നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോ നോർമൽ ഡെലിവറിയുടെ സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പം നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഈ കുട്ടി നോർമൽ ആയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ കാഴ്ചക്ക് കണ്ണിന് അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഫെക്ഷൻ അങ്ങനെ വന്ന് കുറച്ച് കാഴ്ചക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏതാണ് വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ്. അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷണൽ ഡിസീസ് അമ്മയ്ക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വരാണെങ്കിൽ കുട്ടിക്ക് കാഴ്ചനെ ബാധിക്കും. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? അറിയാം. ഓക്കെ. ആൽക്കഹോളും നിക്കോട്ടിനും പക്ഷേ പുകവലി ഒരുപാട് കുട്ടിയൊക്കെ വലിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കാനും അവന് കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡ്യൂറിങ് ഡെലിവറി കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ കുട്ടിക്ക് ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് കിട്ടാത്ത അവസ്ഥ വരെ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതേപോലെ ഹിയറിംഗ് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് നേരം ബ്രീത്ത് ചെയ്യാത്ത അവസ്ഥ. പിന്നെ നമുക്ക് ഈ ഓക്സിജൻ കിട്ടാണ്ടാവില്ലേ ഡെലിവറിയുടെ സമയത്ത്, കഴുത്തിൽ കൂടെയൊക്കെ പൂക്കൾ കൂടെയൊക്കെ കുടുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സാധാരണ പൂക്കൾ കൂടി കുടിയവർക്കൊന്നും പ്രശ്നം ഉണ്ടാവുന്നല്ല ഞാൻ പറയണത്. ഞാൻ ജനിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയിരുന്നു, സിസേറിയനായിരുന്നു. കാരണം എന്റെ കഴുത്തിൽ കൂടെ പൂക്കൾ കൂടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം ഒരു സിസേറിയൻ ചെയ്ത് കുട്ടിനെ പുറത്തെടുക്കാൻ ചെയ്തത്. കോംപ്ലിക്കേറ്റഡ് ആവുമ്പോ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുമ്പോ കുട്ടി പുറത്തേക്ക് നമ്മൾ സിസേറിയൻ ചെയ്തു നോർമൽ ആയിട്ട് വരുമ്പോ ഈ കുട്ടിക്ക് ഓക്സിജന്റെ കുറവ് മൂലം, ശ്വസിക്കാൻ പറ്റാണ്ട് ഓക്സിജന്റെ കുറവൊക്കെ മൂലം ഇതേപോലത്തെ വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഈ കുട്ടികളിൽ കേൾവി നഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഡെലിവറി കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ കേൾവി പരിശോധന ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ് 2 ദിവസമോ 1 ദിവസത്തിനുള്ളിൽ 4 days ആണ് അല്ലെ.
ഒരു 4 ഡേയ്സിനുള്ളിൽ അവർ കേൾവി പരിശോധന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മേനെയും കുട്ടീനെയും എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിട്ട് ഡിസ്ചാർജ് ആക്കുള്ളൂ. അവര് കറക്റ്റ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അറിയാലോ 1 year വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. അതറിയോ? അങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. ഇപ്പൊ ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ആവട്ടെ എന്താവട്ടെ അതെല്ലാ ട്രീറ്റ്മെന്റും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഫ്രീ ആണ്. അതേപോലെ പ്രീ മെച്യൂർ ആയിട്ട് ജനിക്കുന്ന കുട്ടികള് ബർത്ത് വെയിറ്റ് 1200 ആ ഒരു ലെവലിലുള്ളവർക്ക് ഇതേപോലത്തെ കേൾവിപരമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കേൾവി എന്താണ് ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം സർ. ഓക്കെ, ജസ്റ്റ് വായിച്ചോളാം. Children with hearing impairment, compensatory or special education is needed for the peoples who are disabled to hearing impairment. Hearing impairment may be of different degree of gravity. Hence, these children require different level of treatment. Hearing disability affects the state of mind of children in different ways, so they should be given special training. Communication among them normally take place in 3 ways: through action, lip reading, or a healthy combo of both of these. നമ്മൾ എന്താ പറയുന്നത്, ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്ത് വേണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടണം. കാരണം അവർക്കുണ്ട് എന്ത് ചെയ്യാൻ പഠിക്കാനുള്ള ഒരു കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ് ഉണ്ട്. കമ്പൽസറി എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. അപ്പൊ ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പല ഗ്രാവിറ്റി ആയിരിക്കും. ചിലപ്പോൾ ഒട്ടും കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾ, കുറച്ച് കേൾവിശക്തി ഉള്ള കുട്ടികൾ, അങ്ങനത്തെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഉത്സവം പോലെ ഒരു ഫംഗ്ഷൻ. അപ്പൊ അവിടെ ഒരു കുട്ടി, തീരെ ചെറിയ കുട്ടിയാണ്, 1.5 വയസ്സോ അത്രേ ഉള്ളൂ, 1.5 വയസ്സ് 2 വയസ്സ്, അതിൽ കൂടുതൽ ഇതല്ല. ആളുടെ ചെവിയിൽ മറ്റേ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വേറൊരു രീതിയിലാണ് ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നത്. സാധാരണ വലിയ ആൾക്കാര് വെക്കുന്ന ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് അല്ലായിരുന്നു അത്. അത് 2 ഹിയറിംഗ് എയ്ഡ് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന രീതിയിൽ ഒരാളെ. എനിക്ക് തോന്നുന്നു കുട്ടി ആയതുകൊണ്ട് അത് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഹിയറിംഗ് എയ്ഡ് 2 അപ്പുറത്തും ഇപ്പുറത്തും കണക്റ്റഡ് ആയിട്ട് ആയിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അപ്പൊ ചെറിയ ഗ്രാവിറ്റിയിലൊക്കെ കേൾവിശക്തി കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് ഏകദേശം ഏതെങ്കിലും ഒരു ചെവിക്കാണ് കേൾവിശക്തി കുറവെങ്കിൽ അത് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാരും കണ്ടല്ലോ ഈ ഒരു ഡിവൈസ്? തോന്നുന്നു ഇതാണ് ആ കുട്ടി വെച്ചിരുന്ന ഡിവൈസ്. ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, വേറെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. കുഞ്ഞി കൊച്ചാണെന്ന് അപ്പൊ എനിക്ക് വിചാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലാവും കുട്ടിക്ക് കേൾവിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങള് അമൃതത്തിൽ ഉത്സവത്തിന് പോയതാണ്. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ വെടിക്കെട്ട് കാണാൻ വേണ്ടി നിൽക്കാം. അപ്പൊ അമ്മ കൊച്ചിനെ കൊണ്ട്, ഞാനും എന്റെ മോന് ഭയങ്കര പേടിയാണ്, ആൾക്ക് സൗണ്ട് അധികം കേൾക്കാൻ പാടില്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഞാൻ വെടിക്കെട്ടിന്റെ സൗണ്ട് കേൾക്കാത്ത രീതിയിൽ കുറേ മാറി ഇവിടെ നിന്നതാണ്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം സൗണ്ടോ അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് മാറി നിന്നത്. അപ്പോഴാണ് ഞാൻ ഈ കണ്ടത്. അപ്പൊ നോക്കിയപ്പോഴാണ് ഒരു ഹിയറിംഗ് എയ്ഡ് 2 ചെവിയിലുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് വെക്കുന്ന രീതിയിൽ. ബാക്കിൽ നിന്നും ഇതുണ്ട്, കണക്ഷൻ പോലെ എന്തോ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കുട്ടിക്ക് കേൾവിയുടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോ അങ്ങനെ ഹിയറിംഗ് എയ്ഡ് അവൈലബിൾ ആണ്. ഒരു പരിധി വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കേൾവി ശക്തി നേടിയെടുക്കാനായിട്ട് പറ്റും. Hearing disability affect the state of mind in the hence the children require different level of treatment. അപ്പൊ കേൾവിശക്തിയുടെ പ്രശ്നത്തിൽ, ഗ്രാവിറ്റിയുടെ പ്രശ്നത്തിൽ പല ലെവൽ ആയിരിക്കും ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യന്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല മറ്റൊരു പേഷ്യന്റ് കൊടുക്കുന്നത്. അപ്പൊ ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും, ഡിവൈസിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, Hearing disability affect the state of mind of the children in different phases. Different hearing ability എന്ന് പറയുന്നത് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലാണ് അത് കുട്ടികളുടെ മൈൻഡിനെ അത് അഫക്ട് ചെയ്യുന്നത്. സോ ദേ ഷുഡ് ബി ഗിവ് സ്പെഷ്യൽ ട്രെയിനിങ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം നോർമലി ടേക്ക് പ്ലേസ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലാണ് സാധാരണയായിട്ട് നടക്കുന്നത്. ത്രൂ ആക്ഷൻ.
ആക്ഷനിലൂടെ നമ്മൾ നടത്തും, കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അതേപോലെ ലിപ്പ് റീഡിങ്, നമ്മളുടെ ലിപ്പ് റീഡ് ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ എന്താണോ സംസാരിക്കുന്നത് ഒന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നവർക്ക് ലിപ്പ് റീഡിങ് വഴി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ആക്ടിവിറ്റികളുടെ കോമ്പിനേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിയറിംഗ് പേഴ്സൺ ആയിട്ടുള്ള കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ടിവിയിൽ ന്യൂസ് റിപ്പോർട്ടൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ട് ആക്ഷൻ കാട്ടിയിട്ട് പറയണേ കാണിക്കണം, നമ്മളത് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് അവർക്കും കൂടി വേണ്ടിയിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. കാരണം ഇവര് ഒരു കാര്യവും അറിയുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ആ ഒരു എഴുതി പോകുന്നതോ വായിക്കുന്നുള്ളൂ. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സർവീസ്. അതൊക്കെ നല്ലതാണ്. പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഇവരുടെ പ്രശ്നം വരുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകും. കാരണം നമ്മള് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികളാ ചെവി കേൾക്കാത്ത കുട്ടികളെ സാധാരണയായിട്ട് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ നോർമൽ സ്കൂൾ ആണെങ്കിൽ ഈ കുട്ടികളെ ഒരുപാട് കളിയാക്കുകയും ഭയങ്കരമായിട്ട് ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പല പേരുകൾ വിളിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികളെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടില് ഒരു പേര് വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അവന്റെ മൈൻഡ് അല്ലെങ്കിൽ ആ മനസ്സ് വേദനിക്കാണ്. ചെറിയൊരു കുട്ടി അവന്റെ ഒരു തെറ്റുകൊണ്ടല്ല അവന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയത്. എന്നിരുന്നാൽ പോലും അവനെ അങ്ങനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറുതായിട്ട് കേൾവി ശക്തി ഉള്ള കുട്ടികളാണെങ്കിൽ പോലും ഭയങ്കര ഫീൽ ചെയ്യും. അവർക്ക് പിന്നെ പുറത്തേക്ക് പോകാനോ ക്ലാസ്സിൽ പോകാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും താല്പര്യം കാണിക്കില്ല. കാരണം എന്താണ്, എന്നെ എല്ലാവരും കളിയാക്കാണ്, ഞാൻ പഠിക്കാൻ പോകില്ല എന്നൊക്കെയാ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യും അവര്. അപ്പൊ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ കാണാൻ, എന്ത് പ്രശ്നമുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ചേർത്ത് നിർത്താം, അവരോട് എല്ലാവരോടും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം നമ്മുടെ ടീച്ചേഴ്സ്. ഇനി ചിൽഡ്രൻസ് വിത്ത് ഡിസബിലിറ്റി, ഫിസിക്കൽ ഡിസബിലിറ്റി ആണ് കേട്ടോ. ഇതും എൻ്റെ ഒരു ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ 8th തോന്നുന്നു, 8th പഠിച്ചിരുന്ന സമയത്ത്, 8th പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിങ് ആണ്, നമ്മുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ് ആണ്, ജൂൺ ആണ്. അപ്പൊ ജൂണില് ക്ലാസ്സിൽ വന്നപ്പോഴേക്കും അവിടെ സാധാരണ സ്റ്റെപ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കയറി ചെല്ലാൻ ഒരു 5-6 സ്റ്റെപ്പ് കയറിയിട്ട് വേണം, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്ക്. അപ്പൊ 5-6 സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിൽ ചെല്ലാനായിട്ട്. ഞങ്ങൾ പുതിയ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ എന്താണ് ഒരു സ്റ്റെയർ പോലെ, സ്റ്റെയർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് അല്ല, എന്താണ് പ്രവർത്തികളിലൂടെയും കളികളിലൂടെയും ചുട്ടുകൾ വായിക്കും. ബാക്കി എന്താ ത്രൂ ആക്ഷൻ, ലിപ് റീഡിങ് ഓർ ഹെൽത്തി ഓഫ് കോംബോ ഓഫ് ബോത്ത് എന്നാണ് ഉദ്ദേശിച്ചത്. മലയാളം എനിക്ക് തോന്നുന്നു ട്രാൻസ്ലേറ്ററിൽ ഇട്ടിരിക്കണേണ്, അതിൽ കറക്റ്റ് ആയിട്ട് ഇതില്ല. ത്രൂ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കൈ കൊണ്ട് കാര്യങ്ങൾ ആക്ഷൻസ് കാണിക്കില്ലേ, ഇങ്ങനെ കാര്യങ്ങളാണ് സംസാരിക്കുമ്പോഴൊക്കെ ആക്ഷൻസ് കാണിക്കില്ലേ, പല രീതിയിൽ അത് ആക്ഷൻസിലൂടെ. ലിപ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടനക്കുന്നില്ലേ, നമ്മൾ ചുണ്ടനക്കുന്ന ആ ഒരു റീഡിങ് അവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷനിലൂടെ ഈ നമ്മുടെ ഹിയറിംഗ് ഇംപേർഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കേൾവി ശക്തി കുറവുള്ള ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ കറക്റ്റ് മീനിങ് ട്രാൻസ്ലേറ്ററിലൊക്കെ ഇട്ടടിച്ച് നോക്കല്ലേ കേട്ടാ. ശരിക്കും പറഞ്ഞാല് മൊത്തം പൊട്ടത്തെറ്റായിരിക്കും വരുന്നത്, ഉള്ളതായിരിക്കില്ല വരുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്, ട്രാൻസ്ലേറ്ററിൽ ഇട്ടത് പോലെ എനിക്ക് തോന്നി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഓക്കെ. അഫീഫ അല്ലെ മോനെ പേര്? ട്രാൻസ്ലേറ്ററിലല്ലേ മോനെ അത് നോക്കിയത്? അതെ അതെ, അത് ട്രാൻസ്ലേറ്ററിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവൂല, ഞങ്ങൾക്ക് അറിയാത്. അതുകൊണ്ട് പറഞ്ഞതാണ്, ചില കാര്യങ്ങൾ ചിലത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ചിലത് പൊട്ടത്തെറ്റായിരിക്കും വരുന്നത്, കറക്റ്റ് പൊട്ടത്തെറ്റായിരിക്കും. നമുക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് സാധന എന്ന് ഞാൻ ഈ പറഞ്ഞതൊന്നല്ലോ ഇതിൽ വന്നിരിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോകും. അപ്പൊ നോക്കിയിട്ട് വേണം നിങ്ങള് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എവിടെയാ? മിസ്സിന്റെ അനുഭവം പറയുന്നു. എന്റെ അനുഭവം പറഞ്ഞത്. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് സ്റ്റെപ്പ് പോലെ, സ്റ്റെപ്പ് അല്ലടാ,
സ്ലോപ്പ് ഉള്ള പോലെ താഴത്തേക്ക് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റെയർ പോലെ കണ്ടിരിക്കണം ക്ലാസ്സിലേക്ക് വരാൻ. ഞങ്ങൾക്ക് അവിടേക്ക് ഇടിക്കുകയൊക്കെ നടന്നുണ്ടാ. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവർ ടീച്ചർ വന്ന് ക്ലാസ്സിൽ വന്ന് എല്ലാവരും പരിചയപ്പെട്ടു. പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വന്ന് 8ലേക്ക് വരുമ്പോൾ പുതിയ കുട്ടികൾ പുതിയ സ്കൂളിൽ നിന്ന് വരും. അപ്പൊ അങ്ങനെ പുതിയ കുട്ടികളെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മുടെ സ്കൂളിലേക്ക് ഒരു വേറെ പുതിയ കുട്ടി കൂടി വരുന്നുണ്ട്. അപ്പൊ അവരെ നിങ്ങളെ ആ കുട്ടീനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ കാണുന്നത്. ഓക്കെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു അതല്ല പ്രശ്നം. അവള് ഇതേപോലെ കഴിഞ്ഞ കൊല്ലം വേറൊരു സ്കൂളില് 8ൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്ക് ഡിസബിലിറ്റി ഉണ്ട്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ഒരു കുട്ടിയാണ്. ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. വീൽ ചെയറിലാണ് ഫുൾ ടൈം. അപ്പൊ അവർക്ക് ആകെ കയ്യും അരയ്ക്ക് മേപ്പോട്ട് മാത്രം അനക്കാനായിട്ട് പറ്റുള്ളൂ. കീഴ്പോട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. ഒരുപാട് എഫേർട്ട് എടുത്താണ് അവളുടെ അമ്മ ഫുൾ ടൈം അവളുടെ അമ്മ ആണ് കൊണ്ടുവരുന്നത്. ആ ടൈം മൊത്തം അവളുടെ അമ്മ കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു സ്കൂളിൽ ചെന്നപ്പോ ആദ്യം കുറച്ച് 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ അവള് അവിടെ നിന്ന് നിർത്തിയിരുന്നു. വേണ്ട പോകൂല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ കുട്ടികൾ എല്ലാവരും അവിടെ ഒരുപാട് കളിയാക്കി അങ്ങനെ പെരുമാറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് പിന്നെ പഠിക്കാൻ പോകാൻ താല്പര്യം ഇല്ലാതെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ആണ് ഈ ഒരു വർഷം ബ്രേക്ക് എടുത്ത് നമ്മുടെ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും എന്റെ കുട്ടികള് ഞങ്ങൾ 2-3 വർഷമായിട്ട് ആ ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഭയങ്കര പരിചയമാണെന്നൊക്കെ പറയാം. നമ്മളാരും ആ കുട്ടീനെ ഒരു വിഷമിപ്പിക്കാൻ ഒരു ഇടവരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എന്നെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവള് വന്നു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അർച്ചന എന്നാണ് അവളുടെ പേര്. അപ്പോ അച്ഛനെ വന്നു. ഞങ്ങൾ ക്ലാസ്സിൽ സാധാരണ നോർമൽ പോലെ പോയി പരിചയമൊക്കെ പെട്ടു. അത് കളിയാക്കൊന്നും ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല എന്നൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങള് ആ പറഞ്ഞു തന്ന രീതി വേറെയാണ്. നമ്മളോട് ചെയ്യരുതെന്നല്ല പറഞ്ഞു തന്നത്. അത് അവർക്കൊരു വിഷമാവും. നിങ്ങൾ അവരുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അവളുടെ ഇടയ്ക്ക് ഞങ്ങള് വരാന്തയിൽ കൂടി ഇതാണല്ലോ വീൽ ചെയറാണ്. അപ്പൊ വരാന്തയിൽ കൂടി കൊണ്ടുപോകും. അവർക്ക് വേണ്ടിയിട്ടൊരു റൂം ഉണ്ടായിരുന്നു സ്പെഷ്യൽ കുട്ടികൾക്ക്. ഞങ്ങളുടെ സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വരെയും കൊണ്ടുവന്ന കാക്കും. അതേപോലെ കുറച്ച് ഇടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയൊക്കെ ചെയ്യും ഞങ്ങള്. അപ്പൊ ഫ്രണ്ടിൽ കുറെ കുട്ടികൾ ഉണ്ടാവും. 5ലെയും 6ലെയും കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും അവള് എന്താ പറയാ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്പേസിൽ നിന്ന് വന്ന ആളെ പോലെ ഒന്നും അല്ല ട്രീറ്റ് ചെയ്തത്. ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 8th കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് മാറി. കാരണം അവർക്ക് ആ ഒരു വരാന്ത ആ ഒരു ഏരിയയിൽ മാത്രമേ ക്ലാസ് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ക്ലാസ് ഒക്കെ വേറെ ഒരു ബ്ലോക്കിലേക്ക് മാറിയപ്പോ എനിക്ക് തോന്നുന്നു വേറെ ക്ലാസ്സിലേക്ക് അവൾ മാർക്കായിട്ട് വന്നു. പിന്നെ അവൾക്ക് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം 10th ഞങ്ങളിലൊപ്പം എഴുതിയത് 10th ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലല്ല, വേറെ കുട്ടികൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ അവള് ടീച്ചർമാരും കുട്ടികളൊക്കെ കൂടി ടീച്ചറിലെ കൊണ്ടുവന്നിരുത്തിയത്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു 10th ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി. ആ ഒരു പ്രശ്നമില്ല. അവള് സ്പെഷ്യൽ ആണെന്നോ അല്ലെങ്കിൽ ഡിസേബിൾ ആണെന്നോ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. 4A+ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികളുണ്ടാവും. 4A+. നമ്മുടെയൊക്കെ കാലത്ത് 4A+ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത് ഈ ഒരു 10ാം ക്ലാസ് പാസ്സായത്. പിന്നെ എനിക്ക് അറിവൊന്നും ഇല്ല ആളെ കുറിച്ച്. കാരണം അവളുടെ അമ്മ അവര് വന്നത് കുറച്ച് ദൂരെ നിന്നാണ് തോന്നുന്നത്. കാരണം ഓട്ടോയിലാണ് വരുന്നതും പോണതും. അതിന്റെ എല്ലാ ചെലവും നമ്മുടെ PT ആയിരുന്നു മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്നായിരുന്നു ഫണ്ടൊക്കെ കൊടുത്തിരുന്നത്. ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കും ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോന്നുള്ളൂ കേട്ടോ. എനിക്ക് വന്നൊരു റിയൽ അനുഭവമായിരുന്നു. അപ്പൊ ആൾക്ക് ആ ഒരു പ്രശ്നം പിന്നെ തോന്നിയിട്ടേ ഇല്ല. അവള് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നതിന് ശേഷം വേറൊരു ആളാണെന്ന് ഡിഫറൻസ് ഞങ്ങൾ കാണിച്ചിട്ടില്ല. തല്ലൊടിക്കൊക്കെ ചെയ്യും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ന് ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ഞാനാണ് പറയുന്നത്. Hi friends, today Aparna teacher take very nice class. We learned about children with visual impairment and also children with hearing impairment. Teacher take
Very nice class with her own experience, life experience. Very good class. Thank you, teacher, for your presentation. Also, thank you for the leaders and also our friends. Thank you very much. And this is Vinitha signing off. Thank you. Anything? 6th batch, sir. നിങ്ങളുടെ ആ ഒരു മന്ത് കൂടി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഓൾ.